തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കാൻ ഈ സാഹചര്യത്തിൽ ചർച്ചകളൊക്കെ നടക്കുമ്പോഴും പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം UDF മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയുണ്ടായി. അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് സംഭവിച്ചതാണ്. പൂഞ്ഞാർ നിയോജക മണ്ഡലം UDFന്റെ ഉരുക്കുകോട്ട തന്നെയാണ്. തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. പക്ഷേ UDFൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് നൽകിയാൽ അത് വിജയസാധ്യതയുള്ള ഒരു മണ്ഡലം എന്നുള്ള നിലയ്ക്ക് വിജയിപ്പിക്കാൻ, അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയും. ഈരാറ്റുപേട്ട നഗരസഭ ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുസ്ലിം ലീഗിന് നല്ല സ്വാധീനമാണുള്ളത്. മാത്രമല്ല, മത്സരിക്കാൻ യോഗ്യരായിട്ടുള്ള ആൾക്കാർ സ്വാഭാവികമായും ഈ ജില്ലയിൽ തന്നെ ഉണ്ട്. മുസ്ലിം ലീഗിന്റെ കരുത്തനായ കോട്ടയം ജില്ലാ അധ്യക്ഷൻ ശ്രീ അസീസ് ബഡായിൽ എന്തുകൊണ്ടും യോഗ്യനുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുക്കപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും വിജയസാധ്യതയുള്ള ആൾക്കാർ മത്സരിച്ചുകൊണ്ട് UDF അധികാരത്തിൽ വരേണ്ടതുണ്ട്. UDF അധികാരത്തിൽ വരാവുന്ന എല്ലാ സാഹചര്യം നിലനിൽക്കെ തീർച്ചയായിട്ടും അതിനനുകൂലമായ നിലയിൽ വോട്ട് സ്വീകരിക്കുന്ന സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ UDF ബാധ്യതയുമുണ്ട്. ഈ വിഷയങ്ങളെല്ലാം കൃത്യമായ അഭിപ്രായം പറയേണ്ടത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരാണ്. ഈ ജില്ലയിൽ തന്നെയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ബഹുമാന്യ അസീസ് ബഡായിൽ സാഹിബിന്റെ റഫീഖ് മണിമല സാഹിബിന്റെ നേതൃത്വത്തിൽ വിപുലമായ രൂപത്തിൽ ശാഖ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള യോഗങ്ങളും ശാഖാതലത്തിലും പഞ്ചായത്ത് തലത്തിലും മണ്ഡലം തലത്തിലും ഒക്കെ നടക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും തീർച്ചയായും അധികാരത്തിലേക്ക് UDF തിരിച്ചു കൊണ്ടുവരിക എന്നതിനപ്പുറം വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ആദ്യം നടക്കുന്നത്. തീർച്ചയായിട്ടും അതിലെ വിജയം നിർണായകമായിരിക്കും. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ മിന്നുന്ന വിജയമാണ് UDF നേടിയിട്ടുള്ളത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും, ഈ കഴിഞ്ഞ മാസം ഉപതെരഞ്ഞെടുപ്പ് നടന്ന് ഫലം പുറത്തു വന്ന നിലമ്പൂരിലാണെങ്കിലും അരിയാളിൻ ഷൗക്കത്തിന്റെയൊക്കെ വിജയം കേരള ജനത ആഘോഷിക്കുകയായിരുന്നു. പിണറായി സർക്കാരിന്റെ നയങ്ങളോടും അവരുടെ പദ്ധതികളോടും ശക്തമായ വിയോജിപ്പാണുള്ളത്. ഒരു പദ്ധതികളും പൂർത്തിയാകുന്നില്ല എന്നുള്ളതാണ്. പൂർത്തിയാകുന്ന പദ്ധതികളൊക്കെ തന്നെയും അപകടകരമായ സാഹചര്യം നിലനിൽക്കുകയാണ്. ദേശീയപാതയുടെ നിർമ്മാണവും അതിന്റെ ഉദ്ഘാടനവും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോഴും റീൽസുകൾ പുറത്തു വരുമ്പോഴും ഒക്കെ അത് വേണ്ടായിരുന്നു എന്നിടത്തേക്ക് എത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ അവരുടെ ഇടയിൽ തന്നെ ഉണ്ട്. 2026 UDF അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി എല്ലാ മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിൽ വരിക തന്നെ ചെയ്യും. ആ രൂപത്തിലാണ് കാര്യങ്ങളുടെ എല്ലാം പോക്ക്. വിദ്യാഭ്യാസ മേഖല അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ്. UDF വോട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 100% ഉറപ്പാണ് 2026 തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിൽ വരും. അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷികളൊന്നായ മുസ്ലിം ലീഗും അതിന്റെ സാരഥികളും നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.